Hello friends, welcome you all to Entri SSC RRB official YouTube channel. നമുക്ക് കോമൺ ആയിട്ട് എല്ലാവരും നമ്മളോട് ചോദിച്ചുകൊണ്ടിരുന്നൊരു കാര്യമാണ്, അതായത് SSC MTSൻ്റെ പ്രീവിയസ് ഇയർ കട്ട് ഓഫ്സിനെ പറ്റിയുള്ള ഒരു വീഡിയോ ചെയ്യാവുന്നുള്ളത്. സോ നമ്മളിന്ന് വന്നിരിക്കുന്നത് SSC MTSൻ്റെ പ്രീവിയസ് ഇയർ കട്ട് ഓഫ് വീഡിയോ ആയിട്ടാണ്. നമുക്ക് ഡിസ്കസ് ചെയ്യാം എന്താണ് പ്രീവിയസ് ഇയർ MTSൻ്റെ കട്ട് ഓഫ് എന്നുള്ളത്. ഈ കട്ട് ഓഫ് എന്ന് പറയുന്ന കാര്യം എല്ലാ വർഷവും വരുമ്പോഴത്തേക്കും ഒരുപാട് ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും SSC ആണെങ്കിലും ഏത് എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്ന ബോഡി ഏതാണെങ്കിലും അത് കട്ട് ഓഫ് ഡിസൈഡ് ചെയ്യുന്നത് ഒരുപാട് ഫാക്ടേഴ്സിൻ്റെ ബേസിലായിരിക്കും. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ പോസ്റ്റിലേക്ക് എത്ര വേക്കൻസികളാണ് വന്നിട്ടുള്ളത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഈ വർഷത്തെ നമ്മുടെ SSC MTSന് 12,000-ലധികം ഒഴിവുകളാണ് ഉള്ളത്. അതൊരു ഫാക്ടറാണ്. അതുപോലെ തന്നെ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് അപ്പിയർഡ്, ഈ പരീക്ഷ എഴുതാനായിട്ട് എത്ര കാൻഡിഡേറ്റുകളാണ് അല്ലെങ്കിൽ എത്ര ഉദ്യോഗാർത്ഥികളാണ് അപ്പിയർ ചെയ്തിട്ടുള്ളത് പരീക്ഷ എഴുതാൻ, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഫാക്ടറാണ്. ഇതൊരു ഓൾ ഇന്ത്യ ലെവൽ എക്സാം ആയതുകൊണ്ട് തന്നെ കാൻഡിഡേറ്റുകളുടെ എണ്ണം നല്ല ഹയർ ആയിരിക്കും എപ്പോഴും. പിന്നീട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പരീക്ഷയുടെ ഡിഫിക്കൽറ്റി ലെവലാണ്. പരീക്ഷ എളുപ്പമായിരുന്നോ അതോ പരീക്ഷ നല്ല പാടായിരുന്നോ എന്നതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും കട്ട് ഓഫ് തീരുമാനിക്കുന്നത്. പരീക്ഷ എളുപ്പമാണെങ്കിൽ കട്ട് ഓഫ് എപ്പോഴും കൂടി നിൽക്കാനാണ് സാധ്യത കൂടുതൽ. അതേസമയം പരീക്ഷ പാടാണെങ്കിൽ നമ്മുടെ കട്ട് ഓഫ് കുറഞ്ഞിരിക്കാനുള്ള സാധ്യതകളും ഉണ്ട്. സോ ഈ 3 കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിൽ വയ്ക്കുക. എപ്പോഴും ഒരു എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്ന ബോഡി കട്ട് ഓഫ് ഡിസൈഡ് ചെയ്യുന്നത് ഈ കാര്യങ്ങൾ നിലനിർത്തിക്കൊണ്ടാവും. നമുക്കിനി മുൻ വർഷങ്ങളിലെ കട്ട് ഓഫ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 2021 MTSൻ്റെ കട്ട് ഓഫാണ്. നമുക്കറിയാം MTS വിജ്ഞാപനത്തിൽ, മുൻപുള്ള MTSൻ്റെ വിജ്ഞാപനത്തിൽ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 ഏജ് കാറ്റഗറിയിലായിട്ടാണ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. ഒന്ന് 18 മുതൽ 25 വയസ്സ് വരെ പ്രായപരിധിയിലും 2 18 മുതൽ 27 വയസ്സ് വരെ പ്രായപരിധിയിലും. സോ ഈ 2 കാറ്റഗറിയിലും കട്ട് ഓഫ് വരുന്നത് 2 രീതിയിലായിട്ട് തന്നെയായിരിക്കും. സോ നമുക്ക് നോക്കാം MTSന് 2021 18 മുതൽ 25 വയസ്സ് വരെ പ്രായപരിധിയിലുള്ള കട്ട് ഓഫ് നോക്കാം. നമ്മൾ കേരള സ്റ്റേറ്റിനെ ഫോക്കസ് ചെയ്താണ് ഞാൻ പറയുന്നത്. ജനറലിൽ കട്ട് ഓഫ് വന്നിരിക്കുന്നത് 79.50. OBC കട്ട് ഓഫ് വന്നിരിക്കുന്നത് 78.65 ആണ്. EWS എന്ന് പറഞ്ഞാൽ ഇക്കണോമിക്കലി വീക്കർ സെക്ഷൻ, അതിൻ്റെ കട്ട് ഓഫ് വന്നിരിക്കുന്നത് 68.09 ആണ്. SC ST കട്ട് ഓഫ് വന്നിരിക്കുന്നത് SCക്ക് 71.42, STക്ക് 58.33. ഔട്ട് ഓഫ് 100-ലുള്ള കട്ട് ഓഫാണ് ഞാനീ പറഞ്ഞത്. പ്രിലിംസിന് ഔട്ട് ഓഫ് 100-ൽ ഓരോ കാറ്റഗറിക്കും ജനറലിനെയാണ് നമ്മൾ UR എന്ന് പറയുന്നത്, ജനറലിനും OBCക്കും SC ST EWSനും 100-ൽ വന്നിരിക്കുന്ന കട്ട് ഓഫാണ്. കട്ട് ഓഫ് എന്ന് വെച്ചാൽ റാങ്ക് ലിസ്റ്റിൽ ഇപ്പോൾ നമ്മൾ ജനറൽ കാറ്റഗറി പറയുകയാണെങ്കിൽ, അതായത് UR പറയുകയാണെങ്കിൽ 100-ൽ 79.50. ഈ മാർക്കിന് മുകളിലോട്ടുള്ളവരും മാത്രമായിരിക്കും റാങ്ക് ലിസ്റ്റിൽ ഉണ്ടാവുക. ഓക്കെ, ഇനി നമുക്ക് നോക്കാം SSC MTS 2021 18 മുതൽ 27 വരെ ഉള്ള കാറ്റഗറിയുടെ കട്ട് ഓഫ് നമുക്ക് നോക്കാം. കേരള സ്റ്റേറ്റിൽ ജനറൽ വന്നിരിക്കുന്നത് 81.60 ആണ്. ഔട്ട് ഓഫ് 100-ലുള്ള കട്ട് ഓഫാണിത്. OBC 78.52, EWS 69.89, SC 70.70, ST 57.95. സോ ഇങ്ങനെയാണ് കട്ട് ഓഫിൻ്റെ ഒരു റേഞ്ച് വരുന്നത്. കട്ട് ഓഫ് മാർക്ക് കണ്ടിട്ട് നിങ്ങൾ പേടിക്കേണ്ടതില്ല, കാരണം എക്സാം ലെവൽ ഇതൊരു 10th ലെവൽ എക്സാം ആയതുകൊണ്ട് തന്നെ എക്സാം എപ്പോഴും ഓൾവേസ് ഈസി ടു മോഡറേറ്റ് ആണ്. ഒരിക്കലും MTSൻ്റെ എക്സാമിനേഷൻ പാടാകാറില്ല. വളരെ സിമ്പിളായിട്ടുള്ളൊരു എക്സാമാണ്. അതുകൊണ്ട് ഈ കട്ട് ഓഫ് മാർക്കും അതിന് മുകളിൽ സ്കോർ ചെയ്യാം എന്നുള്ളത് നന്നായിട്ട് പഠിച്ചാൽ പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇത് 2021 കട്ട് ഓഫാണ്. ഇനി നമുക്ക് 2019 കട്ട് ഓഫ് അനാലിസിസ് എങ്ങനെയാണ് എന്ന് നോക്കാം. മുൻപത്തെ പോലെ തന്നെ കേരള സ്റ്റേറ്റിൽ 18 മുതൽ 25 വയസ്സ് കാറ്റഗറി നമ്മൾ നോക്കുകയാണെങ്കിൽ കട്ട് ഓഫ് വന്നിരിക്കുന്നത് 86.79 ആണ്. അതുപോലെ തന്നെ 18 മുതൽ 27
ആ ഒരു കാറ്റഗറിയിലെ കട്ട് ഓഫ് വന്നിരിക്കുന്നത് 87.35 ആണ്. അതായത് 86-87 റേഞ്ചിലാണ് 2019 ഈ രണ്ട് ഏജ് കാറ്റഗറിയുടെയും MTSൻ്റെ കട്ട് ഓഫ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി MTS ടയർ 2ൻ്റെ കട്ട് ഓഫ് നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ ഈ വർഷം ഒരുപാട് ചേഞ്ചസ് ഉണ്ട് എക്സാമിനേഷൻ പാറ്റേണിൽ. കാരണം നമുക്കൊരു സിംഗിൾ എക്സാം ആണുള്ളത്. ഓക്കെ, അതിന് മുൻപ് കാരണം 2021-ലും 2019-ലും എല്ലാം 2 ടയർ എക്സാമിനേഷൻ ആയിരുന്നു. അതായത് ഒരു പ്രിലിംസ് പോലൊരു എക്സാം ഉണ്ടായിരുന്നു. അത് നമ്മൾ ക്വാളിഫൈഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് ടയർ 2 എക്സാം എഴുതാം. ടയർ 2 ഡിസ്ക്രിപ്റ്റീവ് ആയിരുന്നു. ഓക്കെ, ഡിസ്ക്രിപ്റ്റീവ് ആയിരുന്ന സമയത്ത് 50 മാർക്കായിരുന്നു ഡിസ്ക്രിപ്റ്റീവ് സെക്ഷൻ്റെ മാർക്ക് എന്ന് പറയുന്നത്. ഇതൊരു ക്വാളിഫയിങ് ആയിരുന്നു. ഈ നമ്മൾ ടയർ 2ൻ്റെ മാർക്ക് ഫൈനൽ സെലക്ഷനിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ ആഡ് ചെയ്യും. ഓക്കെ, അപ്പം 29 ആയിരുന്നു കേരള സ്റ്റേറ്റിൽ 18 to 25 ഇയർ കാറ്റഗറിയിൽ ടയർ 2ൻ്റെ കട്ട് ഓഫ് ഔട്ട് ഓഫ് 50. ഓക്കെ, കേരള സ്റ്റേറ്റിൽ 18 to 27 കാറ്റഗറിയിൽ ഔട്ട് ഓഫ് 50 28 ആയിരുന്നു ടയർ 2ൻ്റെ കട്ട് ഓഫ് വന്നിരിക്കുന്നത്. സോ ഇതാണ് 2019 കട്ട് ഓഫ് അനാലിസിസ്. നമുക്ക് ഈ വർഷം തൊട്ട് എന്തായാലും ടയർ 2 ഇല്ല. നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട്, മുൻ വർഷത്തെ കട്ട് ഓഫ് അനാലിസിസിനെ പറ്റി ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ആഡ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ ടയർ 2ൻ്റെ കട്ട് ഓഫ് റേഞ്ച്. ഓക്കെ, ഒരു ഇയറും കൂടെ നമുക്ക് എടുത്ത് നോക്കാം. 2017 SSC MTSൻ്റെ ഫൈനൽ കട്ട് ഓഫ് ആണിത്. ഫൈനൽ കട്ട് ഓഫ് എന്ന് വെച്ചാൽ ടയർ 2ഉം ടയർ 1ഉം കൂടെ ആഡ് ചെയ്തിട്ടുള്ള മാർക്ക്. അതായത് ടയർ 1 100 മാർക്കിനായിരുന്നു, ടയർ 2 50 മാർക്കിനായിരുന്നു. സോ 150 മാർക്കിലുള്ള കട്ട് ഓഫ് ആണ് വന്നിരിക്കുന്നത്. കേരള സ്റ്റേറ്റിൽ ജനറൽ കട്ട് ഓഫ് വന്നിരിക്കുന്നത് 127.25. ഈ മാർക്കും ഇതിന് മുകളിലോട്ടുള്ള എല്ലാ ആളുകളും തന്നെ സെലക്ഷൻ ആവുന്നതാണ്. അതാണ് കട്ട് ഓഫ് മാർക്ക് കൊണ്ട് മീൻ ചെയ്യുന്നത്. ST വരുന്നത് 120.5 ആണ്. ST 111.75 ആണ്. OBC വരുന്നത് 126.25 എന്നതാണ്. ഓക്കെ, സോ ഇതുവഴി നിങ്ങൾക്ക് കട്ട് ഓഫിനെ പറ്റി ക്ലിയർ ആയിട്ടുള്ളൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു. നമുക്ക് ഈ വർഷം തൊട്ട് പാറ്റേൺ എല്ലാം തന്നെ ചേഞ്ച് ആയിട്ടുണ്ട്. പുതിയൊരു പാറ്റേണും പുതിയൊരു ക്രൈറ്റീരിയ ആണ്. സോ എനിവേസ് ഈ പ്രീവിയസ് ഇയർ കട്ട് ഓഫ് അനാലിസിസിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും ഇതൊരു സിമ്പിളായിട്ടുള്ളൊരു എക്സാമാണ്. ഈസി ടു മോഡറേറ്റ് ലെവലിൽ മാത്രം നിൽക്കുന്നൊരു എക്സാമാണിത്. സോ നിങ്ങളൊന്ന് നല്ല രീതിയിൽ പഠിക്കുകയാണെങ്കിൽ ഔട്ട് ഓഫ് 100 ക്വസ്റ്റ്യൻ നമുക്ക് മുൻ വർഷങ്ങളിലെ കട്ട് ഓഫ് അനാലിസിസ് വെച്ചിട്ട് പറയുകയാണെങ്കിൽ മുൻ വർഷങ്ങളിലെല്ലാം തന്നെ ടോട്ടൽ മാർക്ക് 100-ലായിരുന്നു. 100 മാർക്കിൽ ഏകദേശം ഒരു 75-നും അതുപോലെ തന്നെ ഒരു 85-നും ഇടയിൽ നിങ്ങൾ കറക്റ്റ് ഉത്തരങ്ങൾ നൽകാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കയറാൻ കഴിയുന്നൊരു സാധ്യതയാണ് നമ്മൾ മുൻ വർഷങ്ങളിലെ കട്ട് ഓഫ് അനാലിസിസ് എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഗുഡ് അറ്റംപ്റ്റ് എന്ന് പറയാം. ഒരു എക്സാമിൽ ഏറ്റവും നല്ല അറ്റംപ്റ്റ് നമ്മൾ നടത്തുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നടത്തിയിട്ടുണ്ടെന്ന് പറയുന്നത് 75-നും 85-നും ഇടയ്ക്കാണ് 100-ൽ. ഈ 85 എന്ന് പറയുന്നത് ഞാൻ നിങ്ങൾക്കൊരു ലിമിറ്റായിട്ട് പറയുന്നതല്ല. ഒബ്വിയസ്ലി 95+ അറ്റംപ്റ്റ് ചെയ്യാവുന്നതാണ്. അത്രയൊക്കെ നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സെലക്ഷൻ എന്ന് പറയുന്നത് കൺഫേംഡ് ആണ്. കാരണം അത് പോസിബിൾ ആയിട്ടുള്ളൊരു ക്രൈറ്റീരിയ ആണ്. കാരണം എക്സാം ലെവൽ എന്ന് പറയുന്നത് അത്രയും സിംപ്ലർ ആയിരിക്കും. MTS എന്ന് പറയുന്നത് 10th ലെവലുള്ള ഒരാൾക്ക് മാത്രം എഴുതാൻ കഴിയുന്ന എക്സാം അല്ല. നിങ്ങളൊരു ഗ്രാജുവേറ്റ് ആണെങ്കിലും അതുപോലെ തന്നെ നിങ്ങളൊരു 12th ഗ്രേഡ് ഹോൾഡ് ചെയ്യുന്ന ഒരാളാണെങ്കിലും നിങ്ങൾക്ക് MTS എഴുതാവുന്നതാണ്. നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ കട്ട് ഓഫ് ലെവൽ അല്ലെങ്കിൽ ഇതിനപ്പുറം തന്നെ ക്രാക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ഇതിലൂടെ നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ കട്ട് ഓഫ് അനാലിസിസിനെ പറ്റിയും ഇനി എങ്ങനെ പഠിക്കണം, ഏകദേശം എക്സാമിന് എത്ര റേഞ്ചിനുള്ളിൽ അറ്റൻഡ് ചെയ്യണം എന്നതിനെക്കുറിച്ചൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു.